ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൊച്ചൂസ് വിഷൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലക്സംബർഗിനെ കുറിച്ചുള്ളതാണ്. എങ്ങനെയാണ് ഇവിടേക്ക് ജോലിക്കായി അപ്ലൈ ചെയ്യേണ്ടുന്നത് എന്നും അതുപോലെ അൺസ്കിൽഡ് ജോലികൾ ഏതൊക്കെയാണ് എന്നും അത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും മറ്റുമുള്ള കാര്യങ്ങൾ വിശദമായി നിങ്ങളോട് പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യമേ തന്നെ പറയട്ടെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിൽ മാത്രമേ അതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അൺസ്കിൽഡ് ജോലികൾക്കോ അല്ലെങ്കിൽ സ്കിൽഡ് ജോബുകൾക്കോ വേണ്ടിയായിരിക്കും ലക്സംബർഗ് എന്ന സ്ഥലത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും ലക്സംബർഗ് എന്ന രാജ്യത്തേക്ക് പോകാനായി കൂടുതൽ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം, ലോകത്തിലെ ഏറ്റവും ചെറുതും സമ്പന്നവുമായ രാജ്യമാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒന്ന്, സ്ട്രോങ് എക്കോണമിയാണ്. വളരെ അട്രാക്റ്റീവായ ഒരു രാജ്യമാണിത്. ഒരുപാട് തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഇവിടെയുണ്ട്. കൂടാതെ ഫേവറബിൾ ടാക്സ് റെജീം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, ജർമ്മനി, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടാക്സ് റേറ്റ് ഇവിടെ കുറവാണ്. 2, മൾട്ടിലിംഗ്വൽ സൊസൈറ്റിയാണ്. പ്രധാനമായും 3 തരത്തിലുള്ള ഭാഷകളാണ് ഇവിടെ ആളുകൾ സംസാരിക്കുന്നത്: ഫ്രഞ്ച്, ജർമ്മൻ, ലക്സംബർഗിഷ്. കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഇവിടെ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ ഇവിടെ വലിയ വലിയ ജോലികളിലൊക്കെ കുഴപ്പമില്ലാതെ പോകാം. എങ്കിലും അവരുടെ 3 ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇത്രയധികം ലാംഗ്വേജുകൾ ഇവിടെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തു നിന്നുള്ളവർക്ക് ഒരുപാട് സാധ്യതകൾ ഈ രാജ്യത്തുണ്ട്. അതായത് പല ഫീൽഡിലും ഫോറിൻ വർക്കേഴ്സിനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ളത് ഹൈ ക്വാളിറ്റി ലൈഫ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈ ലിവിംഗ് സ്റ്റാൻഡേർഡ്, എക്സലന്റ് എഡ്യൂക്കേഷൻ, കൂടാതെ എക്സലന്റ് പബ്ലിക് സർവീസ്, ഇതൊക്കെയാണ്. 4മതായി വെൽക്കമിംഗ് ഫോറിൻ വർക്കേഴ്സ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ രാജ്യത്തേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഏതൊക്കെയാണ് അൺസ്കിൽഡ് ജോലികളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കാം. അൺസ്കിൽഡ് ജോലിയിൽ ആദ്യത്തേത് സെയിൽസ് ആണ്. കാഷ്യർ, ഷെൽഫ് സ്റ്റോക്കർ, സെയിൽസ് അസിസ്റ്റന്റ് ഇൻ സൂപ്പർ മാർക്കറ്റ്, കൺവീനിയൻസ് സ്റ്റോർ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ. ഇവിടെയൊക്കെ നമുക്ക് ജോലി കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് ക്ലീനിങ് ആണ്. ഇത് പ്രധാനമായും ഓഫീസുകൾ, വീടുകൾ, പബ്ലിക് പ്ലേസുകൾ, സ്കൂളാവാം, ഹോട്ടലുകളാവാം, ഇവിടെയൊക്കെയാണ് ഈ ഗണത്തിൽപ്പെടുന്ന ജോലികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അടുത്തത് ഹോസ്പിറ്റാലിറ്റി മേഖലയാണ്. അതുതന്നെ വെയിറ്റർ, വെയിട്രസ്, കിച്ചൺ പോർട്ടർ ഇൻ റെസ്റ്റോറന്റ്, ഹോട്ടൽസ് ആൻഡ് കഫേസ്. ഇതൊക്കെയാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വരുന്ന ജോലികൾ. അടുത്തത് കൺസ്ട്രക്ഷൻ ആണ്. ഈ ജോലികൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. കൺസ്ട്രക്ഷൻ സൈറ്റിലെ ലേബർമാർ, അതുപോലെ തന്നെ ജനറൽ ഹെൽപ്പേഴ്സ്, കൂടാതെ ലാൻഡ്സ്കേപ്പേഴ്സ്, ഇതൊക്കെയാണ് ഈ ഗണത്തിൽപ്പെട്ട ജോലികൾ. അടുത്തത് ഫാക്ടറി ആൻഡ് വെയർഹൌസ് ആണ്. ഈ ഫാക്ടറികളിലും അതുപോലെ തന്നെ വെയർഹൌസുകളിലുമൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിനും സ്റ്റോറിംഗ് നടത്തുന്നതിനും, കൂടാതെ അസംബ്ലി ലൈൻ വർക്ക്, ഇതൊക്കെയാണ് ഫാക്ടറി ആൻഡ് വെയർഹൌസിലെ വേക്കൻസികൾ. അടുത്ത സെക്ഷൻ അഗ്രികൾച്ചറലാണ്. ഇത് കൂടുതലായും സീസണൽ വർക്കാണ്. അത് പ്രധാനമായും ഫാമുകളിൽ ഹാർവെസ്റ്റിംഗ് ആൻഡ് പ്ലാന്റിംഗ്, കൂടാതെ മറ്റു പല ജോലികളും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അടുത്തത് ഡൊമസ്റ്റിക് ഹെൽപ്പ് എന്ന ഒരു സെക്ഷനാണ്. വർക്കിംഗ് ആസ് എ നാനി എന്നാണ്. പ്രൈവറ്റ് വീടുകളിലെ കെയർ ഗിവർ അല്ലെങ്കിൽ ഹൗസ് കീപ്പേഴ്സ്, ഇതൊക്കെയാണ്. മറ്റൊരെണ്ണം ഡെലിവറി ജോബ്സ് ആണ്. ഇതിൽ പ്രധാനമായും ഡെലിവറി ഡ്രൈവേഴ്സ്, കൊറിയർ സർവീസ്, ഗുഡ്സ് ആൻഡ് പാക്കേജസ്, ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൺസ്കിൽഡ് ജോബുകളുമായി ബന്ധപ്പെട്ട് ലക്സംബർഗിൽ ഉള്ളത്. ഇനി ഇവിടുത്തെ മിനിമം സാലറി 2570 യൂറോ ആണ് മാസം കിട്ടുന്നത്. ഇത് ഇവിടുത്തെ മിനിമം വേജസ് ആണ്. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞ പല ജോലികൾക്കും മാസത്തിൽ കിട്ടുന്ന സാലറി സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഹൈ സ്റ്റാൻഡേർഡ് ലിവിംഗ് ഉള്ളത് കൊണ്ട് തന്നെ പൊതുവെ ലക്സംബർഗ് അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ ആലോചിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കൊണ്ട് ഇവിടെ ജീവിക്കാനും അല്പസ്വല്പം സേവിങ്ങിനും സാധിക്കുമോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. നിങ്ങൾ എവിടെ ജോലിക്ക് പോകണമെങ്കിലും അവിടേക്ക് വിളിച്ചു ചോദിച്ചിട്ടല്ല ആപ്ലിക്കേഷനുകൾ അയക്കുന്നത്. അവിടെ നമുക്ക് ആരെങ്കിലും പേഴ്സണലായിട്ട് അറിയാമെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം, അന്വേഷിക്കാം അവിടെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, പുതിയ വേക്കൻസികൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടുന്നത് എന്നൊക്കെ. നമ്മൾ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വേറെ ഒരു രാജ്യത്ത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മളുടെ CV മെയിൽ ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. ഇതിൽ ആദ്യം യൂറോപ്യൻ ഫോർമാറ്റിലുള്ള CV ആണ്. എക്സാമ്പിൾസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഒരു പേജിൽ നിങ്ങളുടെ ഫോട്ടോ അടക്കം വൃത്തിയായി തയ്യാറാക്കിയ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള CV ആയിരിക്കണം തയ്യാറാക്കേണ്ടുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല കവർ ലെറ്റർ. ഈ CVയും കവർ ലെറ്ററും എല്ലാ ജോലിക്കും ഒരെണ്ണം തന്നെ അയക്കരുത്. നിങ്ങൾ ഏത് ജോലിക്കാണോ ആപ്ലിക്കേഷൻ അയക്കുന്നത് അതിന് അനുസരിച്ചുള്ള CVയും കവർ ലെറ്ററും ആയിരിക്കണം ഉണ്ടാക്കേണ്ടുന്നത്. അടുത്തത്, നമുക്ക് എങ്ങനെ ലക്സംബർഗിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സോഷ്യൽ മീഡിയ വഴി തന്നെ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടുന്നതാണ്. ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇൻഡീഡ്, ലക്സംബർഗ്.lu
ഇതുവഴിയൊക്കെ നമുക്ക് ധാരാളം ജോലികൾ കണ്ടുപിടിക്കാൻ പറ്റും. മറ്റു ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അൺസ്കിൽഡ് ജോബ് വിത്ത് വിസ സ്പോൺസർഷിപ്പ് ഫോർ ലക്സംബർഗ് എന്ന് സെർച്ച് ചെയ്യുക. ഒരുപാട് വേക്കൻസികൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അങ്ങോട്ടേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലക്സംബർഗിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ കണ്ടുപിടിക്കുക. അതായത് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനികൾ എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ ഏത് കാറ്റഗറി ആണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ആ കാറ്റഗറി സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കമ്പനികളെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആ കമ്പനികളുടെ കരിയർ പേജിൽ പോവുക. അവിടെയുള്ള വേക്കൻസി നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ വഴി പോയി ജോലി അപ്ലൈ ചെയ്യുന്നതിലും നല്ലതാണ്. അവിടെയുള്ള കമ്പനികൾ കണ്ടുപിടിച്ച് അതിന്റെ കരിയർ പേജിൽ കയറി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മീഡിയേറ്റർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ഒരു ജോബ് കോൺട്രാക്ട് കിട്ടുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വിസ ആപ്ലിക്കേഷനാണ്. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്, ഏത് യൂറോപ്യൻ രാജ്യത്തേക്കായാലും അവിടെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ ആ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഈ ജോലി ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. തദ്ദേശീയരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അവിടെ ഡിപ്പെൻഡന്റായി എത്തിയവരോ ആണ് ആദ്യം പരിഗണിക്കുന്നത്. ഈ ജോലി ചെയ്യാൻ അവിടുന്ന് ആളിനെ കിട്ടിയില്ല എങ്കിൽ മാത്രമേ മറ്റേ യൂറോപ്യൻ രാജ്യത്തേക്ക് അവർ നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ളവരെ പരിഗണിക്കുകയുള്ളൂ. എന്നിട്ടും അവിടെയും ഈ ആളുകളെ കിട്ടിയില്ല എങ്കിൽ മാത്രമേ പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആപ്ലിക്കേഷൻ അയച്ചവരെ കുറിച്ച് അവർ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ആപ്ലിക്കേഷൻ അയച്ചാൽ ഉടനെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഫലം നിങ്ങൾക്കുണ്ടാകും. അടുത്തത്, എങ്ങനെയാണ് നമുക്ക് ലക്സംബർഗിലേക്ക് ഒരു വിസ കിട്ടുന്നത്, അതിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത് എന്ന് നോക്കാം. നിങ്ങളുടെ വിസ സ്പോൺസർ ചെയ്യുന്നതും നിങ്ങൾക്ക് ജോബ് ഓഫർ തരുന്നതും എല്ലാം നിങ്ങളുടെ എംപ്ലോയർ ആയിരിക്കും. അങ്ങനെ ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ലക്സംബർഗിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ടെമ്പററി ഓതറൈസേഷൻ ടു സ്റ്റേ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വരുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ് ഉണ്ട്. വാലിഡ് പാസ്പോർട്ട്, ടെമ്പററി ഓതറൈസേഷൻ ടു സ്റ്റേ, അതിന്റെ ആപ്ലിക്കേഷൻ ഫോം, PCC അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണോ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്നുള്ള ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ CV, സർട്ടിഫിക്കറ്റ് ഫ്രം ADEM, ഇതൊക്കെയാണ് വേണ്ടുന്ന ഡോക്യുമെന്റുകൾ. ഈ ഡോക്യുമെന്റുകൾ എല്ലാം ഇമിഗ്രേഷൻ ഡയറക്ടറേറ്റ് ഇൻ ലക്സംബർഗ് എന്ന അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഒരു ടെമ്പററി ഓതറൈസേഷൻ ടു സ്റ്റേ കിട്ടിയതിനു ശേഷം നമുക്ക് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നിന്നും ഒരു ലെറ്റർ വരും. അതിനുശേഷം ആണ് നമുക്ക് ഒരു ലോങ് ടൈം സ്റ്റേക്ക് വേണ്ടിയുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ടൈപ്പ് D വിസയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടുന്നത്. ഇനി ടൈപ്പ് D വിസയ്ക്ക് വേണ്ടിയുള്ള ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കളർ ഫോട്ടോഗ്രാഫ്, അതിന്റെ സൈസ് 3.5 സെന്റിമീറ്റർ ഇൻറ്റു 4.5 സെന്റിമീറ്റർ ആയിരിക്കണം. കുറഞ്ഞത് 3 മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം. ടെമ്പററി റെസിഡൻസ് ടു സ്റ്റേക്ക് വേണ്ടി നമുക്ക് കിട്ടിയ ലെറ്റർ, പിന്നെ പാസ്പോർട്ടിന്റെ കോപ്പികൾ, കൂട്ടത്തിൽ ഷെങ്കൺ വിസയ്ക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻ, ഇതൊക്കെ കൂടി വേണം അപ്ലൈ ചെയ്യുവാൻ വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഒരു അൺസ്കിൽഡ് ജോബുമായി ലക്സംബർഗിലേക്ക് വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. പ്രത്യേകം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ പേരും പറഞ്ഞ് എങ്ങും കൊണ്ടുപോയി ഏജൻസിയുടെ പേരിൽ വെറുതെ കാശ് കളയരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായും കാണാതെ വെറുതെ കമന്റുകൾ ഇടരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.